ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഈ ക്ലിനിക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഒരു സൺസ്ക്രീൻ റിട്ടേൺ തരാനായിരുന്നു. ബില്ലുണ്ട്. എക്സ്ക്യൂസ് മീ, ഒരു സൺസ്ക്രീൻ റിട്ടേൺ തരാനായിരുന്നു. ബില്ലുണ്ടോ? ആ ബില്ല് ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവില്ലേ ഡീറ്റെയിൽസും കാര്യങ്ങളും? ഇത് യൂസ് ചെയ്തതാ? ആ യൂസ് ചെയ്തപ്പോ എന്റെ സ്കിന്നൊന്നും അങ്ങനെ ഓയിലി ആയി വരുന്നത്. യൂസ് ചെയ്തത് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞങ്ങനെ ഞങ്ങൾ ഇത്രയും ക്യാഷ് കൊടുത്ത് മേടിച്ചതല്ലേ, അപ്പൊ പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിലുണ്ടാവൂലേ, കമ്പ്യൂട്ടറിൽ ഉണ്ടാവൂലേ? അങ്ങനെ പൊട്ടിച്ച സാധനം നമുക്ക് വേറെ പേഷ്യൻസ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് എന്റെ ഫേസിന് ഇത് പറ്റുന്നില്ല. നമുക്ക് വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നല്ലാണ്ട് നമുക്കിപ്പം അങ്ങനെ യൂസ് ചെയ്ത സാധനം വേറെ ഞാൻ ഓൾറെഡി ഇത് അത്രയും ക്യാഷ് കൊടുത്ത് മേടിച്ച സാധനമാണ്. അപ്പൊ ഇനി ഇത് നിങ്ങളെ തിരിച്ചെടുക്കാണ്ട് ഞാനിത് യൂസ് ചെയ്യൂല, പിന്നെ ഇതിനെ കൊണ്ട് എനിക്കൊരു ഉപകാരം ഇല്ലല്ലോ. നമ്മളിപ്പോ വേറെ സ്ഥലത്ത് പോയി സാധനം വാങ്ങുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്ത സാധനം നിങ്ങൾ ആരും പെട്ടെന്ന് എടുക്കില്ലല്ലോ. സെയിം സംഭവം തന്നെ ഒരു മെഡിസിൻ ആണെങ്കിലും. പക്ഷെ നിങ്ങൾ ഇത്രയും വലിയൊരു ക്ലിനിക്കും കാര്യങ്ങളും ഉണ്ടായിട്ട് നിങ്ങൾ ഇത് റിട്ടേൺ എടുക്കുന്നില്ല പറഞ്ഞ, ഒന്നെങ്കിൽ നിങ്ങളത് ആദ്യം പറയണം, റിട്ടേൺ എടുക്കൂല എന്നുള്ള കാര്യം ആദ്യം പറയണം. പൊട്ടിക്കാത്ത സാധനമാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ബില്ല് ഇല്ലെങ്കിൽ കൂടി ഞങ്ങൾ എങ്ങനെയും ട്രൈ ചെയ്തത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇത്രയും ക്യാഷ് കൊടുത്ത് മേടിച്ച സാധനം പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇവിടെ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് യൂസ് ചെയ്ത സാധനം നമുക്ക് എന്താ എടുക്കാം. യൂസ് ചെയ്യാൻ ഇനി ബില്ല് ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ബില്ല് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യൂസ് ചെയ്യാത്ത സാധനം. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഈ ക്ലിനിക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളൊരു നിങ്ങളെ വിശ്വസിച്ച് വരുന്നത്. എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി ക്ലിനിക്ക് വരുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. യൂസ് ചെയ്ത മെഡിസിൻ നമുക്ക് ഒരിക്കലും റിട്ടേൺ എടുക്കാൻ കഴിയില്ല. കാരണം മെഡിസിൻ സ്റ്റെറൈൽ ആണോ എന്ന് നോക്കണം. ഒരു പേഷ്യന്റിൽ നിന്ന് വേറൊരു പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ പകരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ മെഡിസിൻ കൊടുക്കില്ല. വിത്തിൻ 1 or 2 വീക്ക് ആയിരിക്കും നമ്മൾ മെഡിസിൻസ് റിട്ടേൺ എടുക്കുന്നത്. കാരണം ക്വാളിറ്റി കോംപ്രമൈസേഷൻ ഉണ്ടാകും. അത് എത്തിക്കലി റൈറ്റ് അല്ല. സോ നമ്മൾ മെഡിസിൻ റിട്ടേൺ എടുക്കില്ല.